ഹായ് ഫ്രണ്ട്സ്, 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് ടോപ്പിക്സ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ അവസാന ടോപ്പിക്കായിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന പാർട്ടിലാണുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും ഗ്രാഫിൽ നിന്നും ഡാറ്റ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുപോലെ നമുക്ക് ടേബിൾ തന്നാൽ ഡാറ്റ ടേബിൾസ് തന്നാൽ അതിനെ ഗ്രാഫിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്നും ഇങ്ങനെ ഗ്രാഫുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനാണ് പരിചയപ്പെടുന്നത്. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ ജസ്റ്റ് കണ്ടിരുന്നു അല്ലേ? അതായത് വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷനാണ് ഫസ്റ്റ് ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്, ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. രണ്ടാമത്തെ ഇക്വേഷനിൽ പൊസിഷനും ടൈമും തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. അതുപോലെ മൂന്നാമത്തെ ഇക്വേഷനിൽ പൊസിഷനും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. നമുക്ക് ഇന്ന് അതൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം, 3 ഇക്വേഷൻസും. ആദ്യത്തേത് വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഈക്വൽ ടു v മൈനസ് യു ബൈ ടി ആണ്. v മൈനസ് യു ബൈ ടി ആണ് അല്ലേ? അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈമാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പം ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഇങ്ങനെയാണ് നമുക്ക് ഈ v മൈനസ് യു ബൈ ടി എന്ന് കിട്ടിയത് അല്ലേ? അതായത് ഫൈനൽ വെലോസിറ്റി നമ്മൾ v ആയിട്ട് എടുക്കുകയാണ്, അതുപോലെ ഇനീഷ്യൽ വെലോസിറ്റി u ആയിട്ട് എടുക്കുകയാണ്, ടൈം ടി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ ഈക്വൽ ടു v മൈനസ് യു ബൈ ടി ആണ്. a ഈക്വൽ ടു v മൈനസ് യു ബൈ ടി ആണ്. ഇനി ഇതിൽ നമുക്ക് എ ടി ഈക്വൽ ടു v മൈനസ് യു എന്ന് എഴുതാം അല്ലേ? ഇനി ഇത് തന്നെ നമ്മൾ ഈ ഇക്വേഷനെ തന്നെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ v ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് കിട്ടും. v ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ? കാരണം എന്താണ്? ഇപ്പോൾ v മൈനസ് യു ഈക്വൽ ടു എ ടി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ v ഈക്വൽ ടു ഈ മൈനസ് യു ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇക്വേഷൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് യു ആവും അല്ലേ? അപ്പോൾ നമുക്ക് യു പ്ലസ് എ ടി എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. v ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ. ഇതാണെന്ത്? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഇതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം അല്ലേ? രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ഗ്രാഫിൽ നിന്ന് ഡിറൈവ് ചെയ്യാം. അതുപോലെ മൂന്നാമത്തെ ഇക്വേഷനും നമുക്ക് ഗ്രാഫിൽ നിന്നും ഡിറൈവ് ചെയ്യാം. നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് y ആക്സിസിൽ വെലോസിറ്റിയും അതുപോലെ x ആക്സിസിൽ ടൈമും നമ്മൾ എടുക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. ടൈമും x ആക്സിസിൽ ടൈമും y ആക്സിസിൽ വെലോസിറ്റിയും. ഈ ഗ്രാഫിനാണ് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ നമുക്ക് നൽകുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് അസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് അല്ലേ? അപ്പം ഞാനിവിടെ ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരികയാണ് അല്ലേ? അതിനൊരു ആക്സിലറേഷൻ ഉണ്ട്, പോസിറ്റീവ് ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഞാൻ ഒരു ഏരിയ, അതായത് T1 എന്നുള്ള ഒരു ടൈം എടുത്തു, അതുപോലെ T2 എന്നുള്ള ഒരു ടൈം എടുത്തു. ഈ T1 എന്നുള്ള സമയത്ത് ബോഡിയുടെ വെലോസിറ്റി v1 ആണ്, അതുപോലെ T2 എന്നുള്ള സമയത്ത് v2 ആണ് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ, അതായത് ഈ ഒരു ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഈ ഏരിയ ആയിരിക്കും എന്ത്? അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? ഈ പാർട്ടിക്കിളിൻ്റെ T2 മൈനസ് T1 എന്ന് പറയുന്ന ഈ ടൈം ഇൻ്റർവെല്ലിലുള്ള ഏരിയ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഏരിയ ആണ് അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഇത് രണ്ടും പാരലലാണ് അല്ലേ? അതായത് ഈ ഒരു ലൈനും ഈ ലൈനും പാരലലാണ്. ഞാനിത് എക്സ്പ്രസ് ചെയ്യാൻ സുഖത്തിന് വേണ്ടിയിട്ട് ഞാനിതിനെ നെയിം ചെയ്യാണ്. ഇത് P ആണ്, ഈ പോയിൻ്റ് Q ആണ്, ഇത് P ആണ്, അതുപോലെ ഈ പോയിൻ്റ് എന്താണ്? R ആണ്, ഈ പോയിൻ്റ് S ആണ്. ഇങ്ങനെ ഞാൻ നെയിം ചെയ്തു.
ഇനി ഞാൻ ഇവിടെ നിന്ന് ഈ ഗ്രാഫിൽ നിന്നും ഇങ്ങോട്ട് എന്ത് ചെയ്തു, ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇതിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ ഞാൻ ടി എന്നും എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഇതിപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ഈ പി ക്യു ആർ എസ് എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററലാണ് അല്ലേ, ക്വാഡ്രിലാറ്ററലാണ്. ഈ കേസിൽ നമുക്കതിനെ ട്രപ്പീസിയം എന്ന് വിളിക്കാം അല്ലേ, ട്രപ്പീസിയം, ലംബകം എന്നൊക്കെ പറയും അല്ലേ. ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ ചതുർഭുജം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ ലംബകമാണ്. ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ, അതായത് ഈ മൊത്തം ഭാഗത്തിൻ്റെ ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും അല്ലേ. അപ്പം ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രപ്പീസിയം എന്ന് എഴുതി. ഏരിയ ഓഫ് ട്രപ്പീസിയം അല്ലേ, ഏരിയ ഓഫ് ട്രപ്പീസിയമാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ഈ ഏരിയ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാൻ സപ്പോസ് ഇതിനെ ഞാൻ ഈ ഒരു രണ്ട് പാരലൽ ആയിട്ടുള്ള ലൈൻസും തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസിനെ ഞാൻ എച്ച് എന്നെടുക്കുകയാണ്. അതുപോലെ ഇത് പി ക്യു ആണ്, ഇതെന്താണ് എസ് ആർ ആണ് അല്ലേ, അല്ലെങ്കിൽ ആർ എസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം, ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് ട്രപ്പീസിയം ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു പി ക്യു പ്ലസ് ആർ എസ് എന്ന് എഴുതാം, പി ക്യു പ്ലസ് ആർ എസ്. അല്ലെങ്കിൽ എനിക്ക് എച്ചിന് പകരം ഇനി ക്യൂ ടി എന്നെടുത്താലും മതി അല്ലേ. അതായത് T2 മൈനസ് T1 ചെയ്താൽ അത് എച്ചിന് ഈക്വൽ ആയിരിക്കും, അത് ആർക്ക് ഈക്വൽ ആയിരിക്കും, ക്യൂ ടിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പം ഞാൻ ഹാഫ് ഇൻറ്റു ക്യൂ ടി ഇൻറ്റു പി ക്യു പ്ലസ് ആർ എസ് എന്ന് എഴുതി. ഇനി ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഈ എച്ച് അല്ലെങ്കിൽ ക്യൂ ടി എന്നൊക്കെ പറയുന്നത് എന്താണ്, T2 മൈനസ് T1 ആണ് അല്ലേ. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു ടൈം ഇൻ്റർവെല്ലാണ് T2, അതിൽ നിന്ന് T1 മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ഈ എച്ച് അല്ലേ, അല്ലെങ്കിൽ ക്യൂ ടി. അപ്പം ഞാൻ അതിനെ ഇതിനെ ഞാൻ ടി എന്നെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ടൈം ഇൻ്റർവെൽ അല്ലേ, ഇതിനെ ഞാൻ ടി എന്നെടുക്കുകയാണ്. T2 മൈനസ് T1 ആണ് ഇവിടുത്തെ ടൈം ഇൻ്റർവെൽ. അപ്പം ഞാൻ അതിനെ ഹാഫ് ഇൻറ്റു ടി എന്നെഴുതി, ക്യൂ ടിക്ക് പകരം ഞാൻ ടി എന്നെഴുതി. ഇനി പി ക്യു എന്താണ്, പി ക്യു എന്ന് പറയുന്നത് V1 ആണ് അല്ലേ, V1 ആണ്, ഇതാണ് V1 അല്ലേ, ഇതാണ് V1. ഇത് എന്തിന് ഈക്വലാണ്, പി ക്യൂന് ഈക്വലാണ് അല്ലേ. അപ്പം ഞാൻ ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു V1 എന്നെടുത്തു. V1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റി ആണ് അല്ലേ. അപ്പോൾ ഒന്നുകിൽ നമുക്ക് V1 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ U എന്ന് വിളിക്കാം. എന്ത് എഴുതിയാലും കുഴപ്പമില്ല, ഞാനിവിടെ U എന്ന് എഴുതി, U പ്ലസ് ഇനി ആരാണുള്ളത്, ആർ എസ് ആണുള്ളത് അല്ലേ, ആർ എസ് ആണുള്ളത്. ആർ എസ് എന്ന് പറയുമ്പോൾ നമ്മുടെ V ആണ്, ഫൈനൽ വെലോസിറ്റി ആണ്, V2 ആണ്. അതിന് ഞാൻ V എന്നും വിളിച്ചു. അപ്പോൾ നമുക്ക് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു യു പ്ലസ് വി എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് ഇക്വേഷനിൽ ഓഫ് മോഷനിൽ നമ്മൾ പറഞ്ഞു V ഈക്വൽ ടു യു പ്ലസ് എ ടി ആണെന്ന് പറഞ്ഞു അല്ലേ. അത് നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, V ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പോൾ ഇവിടെ ഞാൻ ഈ വിക്ക് പകരം യു പ്ലസ് എ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു യു പ്ലസ് എ ടി എന്ന് കിട്ടും. റെഡി അല്ലേ? കാരണം എന്താണ്, ഇവിടെ വിക്ക് പകരം ഞാൻ യു പ്ലസ് എ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്താൽ ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു 2u പ്ലസ് എ ടി എന്ന് കിട്ടും അല്ലേ, ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു 2u പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു എ ടി എന്ന് കിട്ടും അല്ലേ. ഇത് ഞാൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ എനിക്കെന്താ കിട്ടുക, ഈ ടൂവും കട്ട് ചെയ്ത് പോവും, യു ടി എന്നിവിടെ കിട്ടും, യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി എന്താണ്, ടി സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ.
അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇവിടെ ഉള്ള ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ കണ്ടത് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ എസ് എന്ന് വിളിക്കാം. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ ട്രപ്പീസിയത്തിൻ്റെ ഏരിയയാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹാഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു വൺ ഓഫ് ദി സൈഡ്സ് പ്ലസ് ദി അതർ സൈഡ് അല്ലേ? അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു പി ക്യു പ്ലസ് ആർ എസ് എന്ന് എഴുതി. ഇനി അതിനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു യു പ്ലസ് വി എന്ന് എഴുതി. ഇവിടെ വിക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? യു പ്ലസ് എ ടി എന്നുള്ള ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് ഈ ഇക്വേഷൻ കിട്ടി. അതിൻ്റെ ശേഷം ഞാൻ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ രൂപത്തിലാക്കി അല്ലേ? ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, അതായത് പൊസിഷൻ ടൈം റിലേഷൻ.